എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വുമൻസ് ഡേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഫ്ലവർ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് കിട്ടുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടി. അപ്പോൾ ഇന്നേ വരെ അങ്ങനെ സത്യം പറഞ്ഞാൽ ആരും വിഷ് ചെയ്തിട്ട് തന്നെ ഉള്ളതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ ഇവിടുന്ന് അത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ട്. என் ஹஸ்பண்ட் இந்த கம்பெனி என் பேரில் ஸ்டார்ட் பண்ணப்போ நான் ரொம்ப ஃபீல் பண்ணேன். அப்போது என் மேலே ஒரு ரெஸ்பெக்டும் ஒரு വാല്യൂവും കിടച്ചിരിക്കുன்னு ഫീൽ பண்ணேன். എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. സോ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബർത്ത്ഡേക്ക് ഒരുപാട് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പേഴ്സണലി കുറേ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഭയങ്കര പ്രൗഡ് ചെയ്തു. കാരണം എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് തരാൻ ഒരു ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് ഞാൻ റെസ്പെക്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. ഒരു 2 കൊല്ലം മുമ്പ് ആണ് ഫീൽ ചെയ്തത്. വൈകുന്നേരം ചോദിച്ചാൽ ആ 2 കൊല്ലം മുമ്പാണ് ജിഷ്ണുവേട്ടനെ കണ്ടത്. സോ അതിന് മുമ്പ് വരെ റെസ്പെക്റ്റും ആ ഒരു സാധനമൊക്കെ നല്ല ജിഷ്ണുവേട്ടനെ കണ്ട പിന്നെയാണ് കിട്ടിയത്. ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പാസ്സായതാണ്. സോ മമ്മയാണെന്നുണ്ടെങ്കിലും ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേപോലെ തന്നെ എൻ്റെ സിസ്റ്റർ ആയിക്കോട്ടെ, എൻ്റെ മമ്മ ആയിക്കോട്ടെ, എല്ലാവരും ഫാമിലി ഫുള്ള് എനിക്ക്. എന്നിട്ട് എൻ്റെ ഫാമിലി ഫുള്ള് കൂടിയിട്ട്, മമ്മൻ്റെ ഫാമിലി ഫുള്ള് കൂടിയിട്ട് ഒരു നൈറ്റ് ഫുള്ള് സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ എന്നാൽ തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ വുമൻസ് ഡേ ഇതിന് മുന്നേ വരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, ഈവൻ ഓർക്കാറ് പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ സ്വയം പ്രൗഡ് തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ എന്താ പറയുക, അതൊക്കെ തന്നെ എന്താ പറയുക, നമ്മൾ സ്വയം ഇതുവരെ എന്താ പറയുക, സ്വയം ഒരു വാല്യൂ ഇതുവരെ കൊടുക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ഉള്ളിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ ചെറുപ്പത്ത് തമിഴ്നാട്ടിൽ കലഞ്ഞറുടെ ഒരു ചിത്രം വരച്ചായിരുന്നു. കലഞ്ഞറുടെ ചിത്രം വരച്ചിട്ട് ആ പാർട്ടി മെമ്പേഴ്സിന് കൊണ്ടുപോയി ഒന്ന് കാണിച്ചു. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, കാണിച്ചപ്പോൾ അവിടുത്തെ മെമ്പർ, അവിടുത്തെ MLA ഞാൻ എൻ്റെ വരച്ച ചിത്രം കണ്ടിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആളുടെ സൈനൊക്കെ ഇട്ടിട്ട് ഗുഡ് വർക്ക് എന്നിട്ട് കാണിച്ചു. അപ്പോൾ ആ പേപ്പർ അങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഷെയറായി. വരച്ച ചിത്രം എല്ലാവർക്കും ഇങ്ങനെ ഷെയറായി. എല്ലാ MLA, അവരെ കൗൺസിലേഴ്സ് എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത് എല്ലാവരും പൈസ തരാൻ തുടങ്ങി. ഒരു 50, 20, 100 എന്നിട്ട് എല്ലാവരും ഫണ്ട് തരാൻ തുടങ്ങി. അതപ്പോൾ 7ാം ക്ലാസ് പോലും അല്ല ഞാനന്ന്, 6ാം ക്ലാസ്സും 5ാം ക്ലാസ്സും ആണ്. ആ സമയത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ആ പൈസയും ആ പടവും ഓട്ടോഗ്രാഫും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ നേരെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഓടിയപ്പോൾ അമ്മ ആകെ ഇങ്ങനെ കരഞ്ഞ് പ്രൗഡായി ഫീൽ ചെയ്ത്. അപ്പോൾ ആ സമയത്ത് ഓക്കെ, ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, എനിക്കിതിലൊരു അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരാളെന്നെ ബിലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനം അപ്പോൾ എനിക്ക് കത്തി. അപ്പോൾ അത് എൻ്റെ പാഷനാക്കി ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഈ +2 ഫുള്ളാക്കിയിരുന്നില്ല. അതിൽ +1 വെച്ചിട്ട് നിർത്തി. ഞാൻ അതിൽ 2 കൊല്ലം വെറുതെ വീട്ടിലിരുന്ന് അമ്മ വഴക്കൊന്നും പറഞ്ഞില്ല. വല്ല ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ പറയുന്നില്ല, എനിക്ക് തോന്നുമ്പോൾ ജോലിക്ക് പഠിക്കേണ്ടിയാണ് പോകുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവസാനം ഞാൻ എഡിറ്റിംഗ് കോഴ്സ് എടുത്ത് പഠിച്ച് ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇത് തോന്നുന്നുണ്ട്, വീട്ടിലത്തെ അമ്മയും എല്ലാവരും ഹാപ്പിയാണ്. ലാസ്റ്റ് വാല്യൂഡായിട്ടും റെസ്പെക്റ്റായിട്ടും ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏജ് ഇപ്പോൾ എനിക്ക് 20ആണ്. സോ എനിക്ക് സത്യം ഓപ്പൺലി എൻ്റെ കുടുംബത്തിൽ യാതൊരു വിലയില്ലായിരുന്നു. ഞാൻ അതിൻ്റെ ഡൗൺഫോളിലായിരുന്നു. സോ റീസെൻ്റ്ലി എൻ്റെ വീട്ടിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാമിന് ഞാൻ പോയി. ലൈക്ക് എന്നെ അങ്ങ് അറ്റം താത്തി പറഞ്ഞവർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി, എന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി, എൻ്റെ കാര്യങ്ങളിൽ ലൈക്ക് എൻ്റെ അടുത്ത് അവർ ഒപ്പീനിയൻസ് ചോദിക്കാൻ തുടങ്ങി. സോ ആ ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് അതായത് 1 മാസം വർക്ക് ചെയ്തിട്ട്, വർക്ക് പറഞ്ഞാൽ ജസ്റ്റ് വീഡിയോ എടുക്കൽ മാത്രം. അങ്ങനെ ഒരു മാസത്തിൻ്റെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പോയിരുന്നു. വീഡിയോ എടുക്കാൻ പോയിട്ട് ഫസ്റ്റ് എനിക്ക് ആളൊരു 3000 റുപ്യ തന്നു. 1 മാസം വീഡിയോ എടുക്കാൻ പോയിട്ട് ഒരു 3000 റുപ്യ തന്നു. ആ 3000 ഞാൻ ഫസ്റ്റ് കിട്ടിയ 3000 നേരെ വന്ന് എൻ്റെ അപ്പാൻ്റെ കജ്ജി കൊടുത്തപ്പോൾ ഇപ്പാൻ്റെ കണ്ണ് നിറഞ്ഞു. ഫസ്റ്റ് കിട്ടിയ സാലറി എന്നുള്ളതൊന്നുമില്ല, 3000 ജസ്റ്റ് ഒരു 3000 റുപ്യ ഉള്ളൂ. പക്ഷെ അത് ഇപ്പാൻ്റെ കൈ കൊടുത്ത സമയത്ത് 1 മിനിറ്റ് ഇങ്ങനെ കണ്ണിങ്ങനെ പൊത്തി തന്നു.
അത് സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ഏറ്റവും കുറഞ്ഞ പൈസയാണ്, എന്നാലും പല കയ്യിലത് കൊടുക്കുമ്പോൾ ഉണ്ടായൊരു സന്തോഷമുണ്ട്, അത് മനസ്സിൽ നിന്ന് പോകില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കാര്യങ്ങളും മീൻസ് നമുക്ക് ഓരോ ലെവലിൽ ഫ്രണ്ട്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എസ്പെഷ്യലി സ്കൂൾസിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, കോളേജിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, പിന്നെ റിലേറ്റീവ്സിൻ്റെ സൈഡിലൊരു ഫ്രണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനാണ് കല്യാണം കഴിച്ചു എന്ന് പറയാം. മീൻസ് ഒരുപാട് കാലം അറിയണത്, പിന്നെ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ആളാണ്, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. ഒരു ക്ലോസ് ഫ്രണ്ട് തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഫ്രണ്ട്ഷിപ്പ് അല്ല, നമ്മുടെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളോട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ആളിനെ കല്യാണം കഴിക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഉമ്മ ഫീമെയിൽ ഫ്രണ്ടാണ് എൻ്റെ. അപ്പോഴത്തേക്ക് ഉമ്മ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും എനിക്കതിലൊരു കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാലും ഞാൻ ഏറ്റവും അവസാനം പറയാം, മീൻസ് ഒരു വഴിയും കിട്ടൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 100% ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. ഓവറായിട്ടൊന്നും ഇത് കൊടുക്കരുത്, ഒരു ലിമിറ്റ് വെച്ചിട്ട്. ഇപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് ഇപ്പോൾ നമ്മളെടുത്തു, അതായത് നമ്മൾ ഓവറായിട്ട് അങ്ങോട്ട് കൊടുക്കാതെ ഒരു ലിമിറ്റ് വെക്കുക. ചിലപ്പോൾ ഓൾക്ക് ലൈനായ പിന്നെ നമ്മൾ മറക്കും. അപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ട് കൊണ്ടു നടക്കുക. അല്ല, ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് അതൊരു ഒന്നൊന്നര ഫ്രണ്ട്ഷിപ്പാണ്. എന്നെ കൂടുതൽ എന്താ പറയുക, ഒരു വുമനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ചത് എനിക്ക് ആ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിലൂടെയാണ്. അപ്പോൾ ഇമ്മാനോട് ഞാനൊരു കാര്യം, ഇപ്പോൾ ഞാനൊരു പ്രശ്നത്തിൽ പെട്ടു, ഞാൻ എല്ലാ ഫ്രണ്ട്സിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടാതാവുമ്പോഴാണ് ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിക്ക് ഞാൻ പെടൂല 100% ഉറപ്പ് വരുന്ന ആ ഒരു വ്യക്തിയാണ് ഉമ്മ. അപ്പോൾ ഉമ്മാനോടൊരു സൊല്യൂഷൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ പ്രോപ്പറായിട്ട് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഇറ്റ്സ് ഗുഡ്. അത് ഒരു പരിധി വരെ നല്ലതാണ്. പരിധി കഴിഞ്ഞ് അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് നെഗറ്റിവിറ്റി പറയാൻ പറ്റില്ല. അത് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ആയാലും മെയിൽ ഫ്രണ്ട്ഷിപ്പ് ആയാലും വാട്ടവർ. എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഒരു പെൺകുട്ടി തന്നെയാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് തൊട്ട് എനിക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ്. ഞാൻ പറയുന്നത് എല്ലാവരുടെ ലൈഫിലും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഫ്രണ്ട് വേണം. ബിക്കോസ് എൻ്റെ കാഴ്ചപ്പാടിൽ അവൾ ശരിക്കും എൻ്റെ സെക്കൻഡ് മദറാണ്, എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് എന്തും പറയാം, എനിക്ക് ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാണ്ട് എന്തും പറയാം. എന്ത് കാര്യമാണെങ്കിലും എനിക്ക് വേറെ ആരോട് പറയാൻ പറ്റില്ലെങ്കിലും അവളുടെ അടുത്ത് എനിക്ക് സുഖമായിട്ട് പറയാം. അതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ഒരു കെയറിങ് ആവാം, ഒരു സിസ്റ്റർ ബ്രദർ റിലേഷൻ ആവാം. അങ്ങനെ ഒരു കണക്ഷൻ കിട്ടും. അത് നാട്ടുകാർ എന്ത് പറഞ്ഞോട്ടെ, അത് പ്രേമമാണെന്ന് പറഞ്ഞാലും അത് മറ്റേതാണെന്ന് പറഞ്ഞാലും നമുക്കറിയാതെ എന്താണെന്നുള്ളത് ആ ഒരു വാല്യൂ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ആ സ്ത്രീനെ ആരും എന്താ പറയുക, റെസ്പെക്റ്റോടെ നടത്തുക, വല്ലാണ്ട് അങ്ങോട്ട് ഇതാക്കാണ്ട് ആൾക്ക് കിട്ടേണ്ട ഒരു സാധനം കിട്ടിയ ആള് അതന്നെയാണ്, അത് വേണ്ട, അതന്നെയാണ്. സോ നമ്മളിപ്പോൾ ഒരാളെ അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ജെൻഡറായിട്ട് സ്പെസിഫിക്ഡ് അല്ല, പക്ഷേ ഒരാൾക്കുള്ള ഒരു സ്പേസ് കൊടുക്കുമ്പോഴോ ആൾക്കൊരു അങ്ങനെ ഒരു സാധനം കൊടുക്കുമ്പോഴാണ് ആളുടെ എന്തൊക്കെയാണ്, ആൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ പുറകെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഹസ്ബൻഡിനെ മാത്രമല്ല പറയണത്, ആരാണെങ്കിലും നമുക്ക് ആ ഒരു സ്പേസും റെസ്പെക്റ്റും ആ ഒരു സാധനം മെയിനാണ്. അതന്നെ അവർക്ക് പുറത്ത് വരാനും ആ ഒരു സ്ട്രെങ്ത്ത് കിട്ടുള്ളൂ. ഫ്രീഡം ആ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരു വുമണിന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഒട്ടുമിക്ക പേർക്കും ഇത് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എല്ലാവർക്കും ശരിയായ രീതിയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ സെൽഫ് മെയ്ഡ് ആവാൻ അവർക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ആവേണ്ട കാര്യമില്ല. അങ്ങനെ ചോദിച്ചാൽ സ്ത്രീകൾ പറയുന്നിട്ടില്ലേ പെട്ടെന്ന് കരയും, പക്ഷെ അത് അവർ വീക്കായതുകൊണ്ടല്ല. അവർ ആദ്യം കരഞ്ഞാലും പിന്നെ ആ സിറ്റുവേഷൻ അവർ ബ്യൂട്ടിഫുള്ളായി ഹാൻഡിൽ ചെയ്യും. സ്ട്രെങ്ത് എന്നുള്ളത് ഏത് പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ളൊരു കഴിവാണ്.
മൾട്ടി ടാസ്കിങ് ഉള്ളവരാണ്. എപ്പോഴും സ്ത്രീകൾ നമ്മൾ കാണുന്നതിനെക്കാട്ടി ഇപ്പോൾ ജെൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ പല രീതിയിൽ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ നേരത്തെ എണീക്കുന്നതായാലും, ഇപ്പോൾ കുട്ടികളെ നോക്കുന്നതായാലും, ഹസ്ബൻഡിനെ കെയർ ചെയ്യുന്നതായാലും, അതുകൂടാതെ കുക്കിങ്, അതുപോലെ തന്നെ ജോലിക്ക് പോണത്. അപ്പോൾ മൾട്ടിപ്പിൾ ടാസ്കിങ് ചെയ്യുന്നവരാണ് വുമൺസ് എപ്പോഴും. ஃபேஸ் பண்ணுற ப்ராப்ளம்ஸ் எல்லாம் தான் நம்ம டெய்லி ஃபேஸ் பண்ணுறோம்ல, அதெல்லாம் ஃபேஸ் பண்ணி வர்றதே நான் வந்து என்னோட സ്ട്രെങ്ത്തും தான் நான் യോസിக்கிறேன். ഫാമിലിയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഫാമിലി. സ്ത്രീയുടെ സ്ട്രെങ്ത്ത്, ആൾക്ക് കൊടുക്കപ്പെടുന്ന വാല്യൂ ആണ്. അതായത് ഇപ്പം ഞാനൊരു അനിയനാണെങ്കിൽ, ഒരു ചേട്ടനാണെങ്കിൽ, അവളെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അവൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല, തെറ്റായ വഴിക്കൊന്നും പോവില്ല. അവൾ അവളുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരമ്മയാണെങ്കിലും അമ്മയ്ക്ക് ഇന്ന പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ടായി നിൽക്കും, ഹെൽപ്പ് ചെയ്ത് നിൽക്കും. അങ്ങനെ കൂടെ ഒരാളുണ്ട് അവരെ കെയർ ചെയ്യാനും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതാണ് അവരൊരു സപ്പോർട്ട്, അവരുടെ സ്ട്രെങ്ത് എന്ന് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഈ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളത്. മാനസികമായിട്ട് ഇമോഷണലായിട്ട് നമ്മൾ ഭയങ്കര വീക്കാവുന്ന ആൾക്കാരാണ്. അക്കാര്യത്തിൽ സ്ത്രീകൾ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ എപ്പോഴാണോ നമ്മളൊരു സ്ത്രീയുടെ അടുത്ത് അവരുടെ മനസ്സിനെ ചുരുക്കുന്നത്, അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഒന്നും അല്ലാത്ത പോലെ ആക്കുന്നത്, അവിടെയാണ് സ്ത്രീകൾ ശരിക്കും ഒന്നും അല്ലാതെ തോറ്റു പോകുന്നതൊക്കെ. അതല്ലാത്തൊരു സിറ്റുവേഷനിൽ അവർക്ക് സ്വയം തോന്നിയപ്പോഴും മതി, വേറൊരാൾ വേണമെന്നല്ല ഞാൻ പറയുന്നത്, സ്വയമായി പോയിട്ടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ ഞാൻ എവിടെയും തോറ്റു കൊടുക്കില്ല, ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും സ്ത്രീകളുണ്ട്, എല്ലാവിടെയും ഉണ്ട്. സോ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അവരുടെ മനസ്സ് തന്നെയാണ്. ദേ ആർ നോട്ട് വീക്ക്. ഇത് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി ഉമ്മ തന്നെയല്ലേ ഉള്ളൂ, വേറെ ആരുള്ളത്? ഉമ്മ. എന്തുകൊണ്ട്? ഇതൊക്കെ തന്നെ കാരണം. ഉമ്മ സപ്പോർട്ടീവാണ്. എൻ്റെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും ഉമ്മ ഒരു മെയിൻ ഘടകമായിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. என்ன சொல்கிறதுன்னு எனக்கு தெரியல, ஆனால் அம்மா தான் எப்படி சொல்கிறதுன்னு தெரியல. അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ കൂടെ അമ്മ എപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അത് ഉമ്മയായിരിക്കും, മദറായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ചൈൽഡ്ഹുഡ് മുതൽ നമ്മളെ റൈസ് ചെയ്തത് അവരാണല്ലോ. അപ്പോൾ ഓര് പോയ സ്ട്രഗിൾസും ഒക്കെ നേരിട്ട് കണ്ട ആളാണ്. അപ്പോൾ ഉമ്മാനോടാണ് കൂടുതൽ വാല്യൂ തോന്നിയിട്ടുള്ളത്. അത് അമ്മയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരാൾ വൈഫ്, പിന്നെ പെങ്ങള്, സിസ്റ്റർ. നേരത്തെ പറഞ്ഞ പോലെ അമ്മ തന്നെയാണ്. സോ സെയിം റീസൺ തന്നെയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് അച്ഛൻ കൂടെ ഇല്ല, ലൈക്ക് അച്ഛൻ പുറത്ത് തന്നെയാണ്. എല്ലാ കാര്യവും അമ്മ തന്നെയാണ് നോക്കി നടത്തുക. എങ്ങനെ നോക്കി നടത്തുമെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കാണ് അച്ഛൻ മന്ത്ലി സാലറി വന്നാൽ ആ സാലറി മൊത്തത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അതിന്ന് എന്തൊക്കെ ചെയ്യണം, എവിടെ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അമ്മയാണ്. അവളെ തന്നെ, എൻ്റെ ലീൻ തന്നെ അവളെന്നെ നന്നായിട്ട് ഇതാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പോയിട്ടേ പറയത്തുള്ളൂ. അപ്പോൾ അതിനൊരു ഇത് നൽകുന്നുണ്ട്. ഓഫ് കോഴ്സ് മൈ മോം, ഉറപ്പായിട്ടും. കാരണം എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. കാരണം എന്താ ഞാൻ പറയുക, ഓരോ ഡൗൺഫോളിലും എൻ്റെ ഉമ്മ, എൻ്റെ പീക്ക് ഡൗൺഫോളിലും എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ഹൈപ്പ് കാര്യങ്ങളെല്ലാം ഉമ്മയും അത് വാപ്പായാലും ശരി തന്നെ രണ്ടുപേരും ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് പോലും. ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി അറിയണത് എൻ്റെ അമ്മ തന്നെയാണ്. അതായത് എൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ വർക്ക് ചെയ്യാണ് കറണ്ടിൽ. ഞാനിവിടെ എത്തിയോ എന്നുള്ളതും അമ്മക്ക് ഞാനിവിടെ എത്തിയെന്ന് ഒന്ന് കോൾ ചെയ്തിട്ടില്ലെങ്കിൽ അമ്മക്ക് ഉറക്കമില്ല. ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് 10-21 വയസ്സായി. എന്നാലും ഞാനൊരു ഒരു ടൈമിലധികം വൈകിട്ടാണ് വീട്ടിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അമ്മക്ക് സമാധാനം ഉണ്ടാവില്ല. ഇപ്പോഴും ആലോചിച്ച്, അതായത് ഇപ്പോൾ ഫോണിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ കാര്യം. ഇപ്പം ഞാൻ എന്തിനേലും ഒരു ദിവസം പുറത്ത് മാറി നിന്നാൽ തന്നെ അമ്മക്ക് പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേന് ടെൻഷനായി ആകെ അടങ്ങാറാവും. ഇൻഫ്ലുവൻസ് ചെയ്തത്
അതെൻ്റെ അമ്മ തന്നെ ആയിരിക്കും. അതായത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ അയാളുടെ ഹെൽത്ത് ഇഷ്യൂസ് പോലും ആരോടും പറയാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ചിലപ്പോൾ കരഞ്ഞു പോകുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് പോലും ഈശ്വര കരയല്ലേ. ഓക്കെ ഓക്കെ തൻ്റെ വേദന ആരോടും പറയാണ്ട് ഷെയർ ചെയ്യാണ്ട്, സ്വന്തം മക്കളോടോ ഭർത്താവിനോടോ ഷെയർ ചെയ്യാണ്ട്, ഞാനൊരു 9th സ്റ്റാൻഡേർഡ്, എൻ്റെ 14 വയസ്സ് വരെ ആ കുടുംബം നോക്കിയും ജോലി ചെയ്തും ജോലിക്ക് പോയിട്ടും കാലുവേദന വന്നാലും അത് മൈൻഡാക്കാണ്ട് തയ്യൽ മെഷീൻ അടിച്ച് വർക്ക് ചെയ്തിട്ടും വീടിൻ്റെ വാടക കൊടുക്കാൻ സ്ട്രഗിൾ ആയിരുന്ന സമയത്ത് അമ്മ എക്സ്ട്രാ ഹവർ വർക്ക് ചെയ്തിട്ട് വാടക കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും എൻ്റെ കോളേജ് ഫീസ് മറ്റേ സ്കൂൾ ഫീസൊക്കെ അടയ്ക്കാനും പിന്നെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ എൻ്റെ ഒപ്പം സമയം മെനക്കെട്ട് എന്നോട് വരുമ്പോഴും അപ്പോൾ ഒരു വുമനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതും ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്വന്തമായിട്ട് ഒന്ന് സെൽഫ് മെയ്ഡായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണം, അയാളെ എന്താ പറയുക പ്രൗഡാക്കണം എന്നിട്ട് ഒരുപാട് ആ സമയത്ത് നോക്കി. അത് ഡാം ഷുവർ എൻ്റെ അമ്മ തന്നെ ആയിരിക്കും. ലൈഫിൽ കൂടുതലായിട്ടും ഗ്രോത്ത് കൊണ്ടുവരുന്നത് അവർ തന്നെയാണ്. സോ അവർ ഇപ്പം ഞാനൊരു അമ്മ ആയിട്ടില്ല, അപ്പോൾ എനിക്ക് അതിൻ്റെ ഫീലിങ്സും കാര്യങ്ങളും എനിക്കിപ്പോൾ അറിയില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതന്നെ ലൈഫിൽ അവർ തന്നെയാണ് അത്രയും സ്ട്രഗിൾ ചെയ്ത് 9 മാസം സ്ട്രഗിൾ ചെയ്ത് പ്രസവിച്ച് ആ കോംപ്ലിക്കേഷനും കാര്യങ്ങളായിട്ട് പ്രസവിച്ച് ഇമോഷണൽ ആവുന്നുണ്ട് പോട്ടെ. അപ്പോൾ അങ്ങനെ എന്താണ് അതിന് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് നമ്മുടെ ഒരു ലൈഫ് ഭയങ്കര സ്ട്രഗിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗ്രോത്ത് അവരുടെ ലൈഫ് തന്നെയാണ് ഗ്രോത്തായി തോന്നിയിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അഭിപ്രായമായിരിക്കും അമ്മ. കാരണം ഓരോ മൊമെൻറ്റിൽ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ എൻ്റെ അമ്മ എന്നെ ടേക്ക് കെയർ ചെയ്തത് എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഞാനൊരു അമ്മയുടെ കുട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയും. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് എന്തും പറയാം. ഈ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ടിനോട് പറയുന്ന പോലെ തന്നെ എന്തും പറയാം. അവിടെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, എന്ത് വേണേലും പറയാം. എനിക്കിപ്പോൾ ഒരു കൊച്ചിനെ ഇഷ്ടപ്പെട്ടാൽ പോലും ആദ്യം ഞാൻ ചിലപ്പോൾ അമ്മയുടെ അടുത്തായിരിക്കും പറയും അമ്മ എനിക്ക് കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. അമ്മ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും റിപ്ലൈ തരില്ല. അല്ലാണ്ട് ഒരിക്കലും എൻ്റെ അടുത്ത് ഇന്നേവരെ അമ്മ ഒരു മോം എന്നുള്ള രീതിയിൽ ഒരു ഫൈനൽ ഘട്ടത്തിലൊക്കെയാണ് ഒരു അമ്മയായിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുള്ളൂ. അതുവരെ ഒരു ഫ്രണ്ടായിട്ടാണ് ബിഹേവ് ചെയ്യുക. എനിക്ക് തോന്നലുണ്ടായിരുന്നു അമ്മയ്ക്ക് ഞാൻ പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇനി നന്നായി പഠിക്കും, എന്താ പറയുക 10th 12th ആയാലും നല്ല നല്ല മാർക്ക് എടുത്തിട്ട് ആ സോളിനെ ഞാൻ ഹാപ്പി ആക്കി വെക്കണം എന്നിട്ട് എൻ്റെ മൈൻഡിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. എന്താ പറയുക നോട്ട് ഓൺലി ബുക്സ്, പീപ്പിൾസിനെയും എൻ്റെ കൂടെയുള്ള ആൾക്കാരെയും പൊതുജനങ്ങളെയും അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് പഠിക്കാൻ പറ്റി. അങ്ങനെ കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി, ആൾക്കാരുടെ എമോഷനും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. ആ ഒരു എമോഷൻ മീഡിയം എനിക്ക് വിഷ്വൽ മീഡിയത്തിലൂടെ എന്താ പറയുക ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നൽ കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഫീൽഡ് ചൂസ് ചെയ്തത്. അമ്മ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓരോ മൊമെൻറ്റിലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പലപ്പോഴായിട്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് അയാൾ എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ കിടന്നേനെ, ഉണ്ടായതുകൊണ്ട് ഞാൻ എവിടെ എത്തി. മമ്മ, ഓഫ് കോഴ്സ് മമ്മ. എൻ്റെ വീട്ടിലത്തെ A to Z കാര്യങ്ങൾ മാനേജ് ചെയ്യണം അമ്മയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ ഒരു 100 രൂപ കിട്ടി, എനിക്കത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എക്സ്പെൻഡ് ചെയ്യണം എന്നില്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാവും. ബട്ട് മമ്മ അത് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് നല്ല രീതിക്ക് മാനേജ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. ആക്ച്വലി എൻ്റെ ലൈഫിൽ വുമൺസ് നെഗറ്റീവ് ഷാഡോ ഓർക്കുമ്പോൾ കുറച്ചും കൂടെ നെഗറ്റീവ് ഷാഡോ നന്നായി അതവർ വുമൺസിനെ ടോട്ടലി ബ്ലെയിം ചെയ്തതല്ല, അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. സോ സ്നേഹം കെയറിങ് എന്നൊക്കെയുള്ള രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഉമ്മ എന്നുള്ള രീതി മാത്രമേ പറയാനുള്ളൂ. ബാക്കി എല്ലാം എനിക്ക് എടുത്ത് പറയാൻ അല്ല ഓൾമോസ്റ്റ് എല്ലാം ഒരു സെയിം ഫീലിംഗ് തന്നെ. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ളവരോട് എടുത്ത് പറയണം, അത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഇമോഷണലി മറ്റുള്ളവരായിട്ട് അറ്റാച്ച്ഡ് ആവണം ഒരു കാര്യത്തിൽ. അങ്ങനെ ആവുന്നത് നമ്മുടെ ലൈഫിനെ കൂടുതൽ എന്ത് ചെയ്യും ബാധിക്കും. അങ്ങനെ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു പേഴ്സണോടും ഇമോഷണലി കണക്റ്റഡ് ആവാണ്ടിരിക്കുക. ഒരു
ബൗണ്ടറിക്ക് ലിമിറ്റിനപ്പുറം ആവാണ്ടിരിക്കും. വിശ്വാസം ഇല്ലായ്മയാണ് ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്നത്. കാരണം ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഞാനത് ഒരുപാട് ഇമോഷണലാവും. അപ്പോൾ എനിക്കതൊരു പേടി തന്നെയാണ്. ഞാനത് പിന്നീട് ഒരുപാട് പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എൻ്റെ സ്വഭാവത്തിന്. ഇതൊന്നും അതിൽ ഇട്ടരുത് കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്. എപ്പോഴാണ് എന്താ പറയാമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ബിഹേവ് ചെയ്യുക. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഫീൽ ആവുമോ, നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവും, അത് ഭയങ്കര സത്യം പറഞ്ഞ ഒരു പേടി പോലെ. ഫാമിലിയിൽ ചില കുറച്ച് ഇൻസിഡൻസ് കാരണം അത്രയും ക്ലോസ് ആയി നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ അത്ര വലിയ ടച്ചില്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ലൈഫിൽ. സോ അത് ഇനീഷ്യലി ഒക്കെ എനിക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു. ഞാൻ കുറേ വട്ടം കരഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ വട്ടം അതിൻ്റെ സങ്കടം എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതായിട്ട് അഡ്ജസ്റ്റ് ആയി. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വീണ്ടും അതിനേക്കാൾ ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഒരാൾക്കാരുടെ അടുത്ത് നിന്ന് എനിക്ക് തീരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂല. സോ ലൈക്ക് അതേ കാര്യം ചിലപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ പേടിക്കണ കാര്യം, നമ്മളിൽ അത്രയും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഹ്യൂമൻസ് നമ്മളെ എന്താ പറയുക, എന്തിനു പറയും, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഫ്ലവർ കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് വരെ എനിക്ക് ആരും ഫ്ലവർ തന്നിട്ടില്ല. ഞാൻ പറയുമ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള വുമണാണ്. പക്ഷെ എന്നിട്ട് പോലും എനിക്കിതൊരു ഫ്ലവർ കിട്ടിയിട്ടില്ല. ഒരു 8 വർഷമായിട്ട് ഞാൻ ലവ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ആളുടെ കുഴപ്പം കൊണ്ടൊന്നല്ല ഫ്ലവർ തരാത്ത ഓരോ, പക്ഷെ എന്താ അറിയില്ല, എനിക്ക് ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ഇങ്ങനെ ഈ ഫ്ലവർ കിട്ടുന്നത്. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെയും അതും ബേസ് ചെയ്തൊക്കെ നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഹാപ്പി ഫീലാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തന്നെ ഈ റോബോട്ടിനൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം പിന്നെ ഇവിടെ കയറിയപ്പോൾ തന്നെ ഈ ഒരു സ്ഥാപനം കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കുറേ സമയം ഇങ്ങനെ സമയം മതിയാവുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ വരുന്ന ഇമോഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു മീ ടൈം കിട്ടും പോലെയാണ്. വീട്ടിൽ എനിക്ക് കുറേ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു മീ ടൈം കിട്ടും പോലെ ഞാൻ ഇവിടേക്ക് വരുന്ന ട്രാവൽ ചെയ്യുന്ന ടൈം പോലും സത്യം പറഞ്ഞാൽ ഓരോ മിനിറ്റ് എൻജോയ് ചെയ്യാം. അതെ അതെ, എല്ലാവരും നല്ല, ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന മാമാണെങ്കിൽ തന്നെ നല്ല രീതിക്കാണ് ക്ലാസ്. ഞാനിങ്ങനെ അല്ലായിരുന്നു വിചാരിച്ചത്. ഞാൻ വിചാരിച്ചിങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല രീതിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഞാനാണ് ഡൗട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഭയങ്കര ക്ഷമയോടെ എനിക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നന്നായിട്ട് പെരുമാറ്റമൊക്കെ നല്ലതാണ്. ഓഫീസ് ഇപ്പോൾ ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഒരു ഓഫീസ് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ. സോ അതൊന്ന് കംപ്ലീറ്റ്ലി വേറെ ആണ് ഇവിടെ. അതുകൊണ്ട് പിന്നെ എല്ലാവരോടും പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് നമ്മൾ ഏത് ഓഫീസിലാണെങ്കിലും നമുക്ക് അത്ര പെട്ടെന്ന് മിങ്കിളാവാൻ പറ്റില്ല. പിന്നെ സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ജെല്ലാവാൻ പറ്റിയ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ മാത്രമാണ്. ഇനി വേറെ എവിടെയെങ്കിലും പോയാൽ ഇങ്ങനെ ഇത്ര പെട്ടെന്നുള്ള ഒരു സംഭവം കിട്ടുമോ എന്നുള്ളത് അറിയില്ല. മൊത്തത്തിൽ ഓഫീസ് വൈബ് നല്ലതാണ്. അതായത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഞാനിപ്പോൾ ഇവിടെ മെൻറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് നല്ല സ്റ്റുഡൻസിനെ കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല കോർഡിനേഷനാണ്. എനിക്ക് സ്റ്റാഫും കാര്യങ്ങളായാലും എന്തിനു വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ അയച്ചു തരും. അങ്ങനെ ഭയങ്കര മിങ്കിളാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും അങ്ങനെയൊന്നുമില്ല. സോ നല്ല മിങ്കിളായിട്ട് തന്നെയാണ് ഇപ്പോൾ ഓഫീസ് പോകുന്നത്. നല്ല കോവർക്കേഴ്സിനെ കിട്ടിയതിൽ ഐ ആം വെരി വെരി ഹാപ്പി. നല്ലതായിട്ട് ഫീൽ ചെയ്യണം. ബിക്കോസ് ഇവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർ ബേർഡനായിട്ട് വർക്ക് തരുന്നില്ല, പ്രഷറില്ല. സത്യത്തിൽ എനിക്ക് ഇനി പ്രഷർ വരുമോ വരില്ലെന്ന് അറിയില്ല കേട്ടോ. ഇതുവരെ എനിക്ക് വർക്ക് പ്രഷർ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കൊളീഗ്സ് ആയാലും നല്ല ചില്ലാണ്, സെറ്റാണ്. നിങ്ങളൊക്കെ എല്ലാവരും സെറ്റാണ്. എനിക്കൊന്നും പറയാനില്ല. ദേ ആർ ഓസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഇതുവരെ കിട്ടിയ ഓഫീസ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെയിലി ഈസ് ഓസം. എനിക്ക് എന്നെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. ഈവൻ എൻ്റെ ഒരു
എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇതുവരെ ഒരു ഓഫീസിൽ നിന്നാലും ഈവൻ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കാനും എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. പക്ഷേ ഡെയിലിയിൽ എന്താ ഉദാഹരണം അർജുനേട്ടൻ തന്നെയാണ്. എനിക്ക് ഈവൻ എൻ്റെ ഒരു ഫേസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ വന്ന് ചുമ്മാ വെറുതെ വന്ന് ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മതി, അർജുനേട്ടായാലും ഈവൻ റസിക ആയിക്കഴിഞ്ഞാൽ അക്ഷയിച്ച് ചേരുന്നേരം നവിയൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ലൈക്ക് എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവരെൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. സോ ഡെയിലി ദിവസം ഇവിടെ ഇപ്പോൾ ഞാൻ ഫസ്റ്റായിട്ടാണ് ഒരു വർക്കിന് കയറുന്നത്. അതാദ്യം ഈ ഡെയിലി അക്കാദമിയിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ആരായിട്ട് അങ്ങനെ ടച്ച് ഉണ്ടാവില്ല. പിന്നെ എല്ലാവരോടും കമ്പനിയായി. ഇപ്പോൾ നല്ലൊരു ഫാമിലി ആയിരുന്നു ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ രസികയായാലും അക്ഷയിച്ചായാലും എന്തിനും അർജുനേട്ടനായാലും പോലും ഒരു ഏട്ടനെ പോലെയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സംസാരിക്കുക, തമാശ പറയുക, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടല്ലേ ഉണ്ണി ഇറങ്ങാത്തത്. അടിപൊളിയാണ്. പിന്നെ ഇപ്പം എന്താ സെറ്റാണ്, ഇവിടുന്ന് പോകാൻ തോന്നില്ല സത്യം പറഞ്ഞാൽ. ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കയറിയ കമ്പനിയാണിത്. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജ് കഴിഞ്ഞ് ഒരു 6 മാസം കൊണ്ട് എനിക്ക് ജോലി സെറ്റായി ഇവിടെ ഫസ്റ്റ് വന്ന കമ്പനിയാണ്. ഇപ്പോൾ ഏകദേശം 5 മാസത്തിൻ്റെ അടുത്ത് ആവാനായി. കിട്ടി പറഞ്ഞ ഓരോ കുട്ടികളും എല്ലാവരും സത്യം പറഞ്ഞാൽ നല്ലോണം അറ്റാച്ച്മെൻ്റ് ആയി. അടിപൊളിയാണ് ഇവിടുത്തെ കൊളീഗ്സ്, ഇവിടുത്തെ ഫുൾ എൻറ്റയർ ഈ ഒരു എൻവിറോൺമെൻറ്റ് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ വർക്ക് ചെയ്ത എല്ലാ കമ്പനീസും പിന്നെ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ പ്രഷറും കാര്യങ്ങളൊന്നും ഡെയിലിയിൽ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് മെയിൻ റീസൺ. പിന്നെ ഇവിടുത്തെ കൊളീഗ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടീവാണ്. നമ്മളെന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഒരു പേഴ്സണൽ ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഇവിടുത്തെ എല്ലാ ടീമിനും ഓരോ മെമ്പേഴ്സിനും അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നുണ്ട്. എന്ത് ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഓടി നമ്മളെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ. ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ഡെയിലി പറഞ്ഞ സംഭവം തുടങ്ങി നമ്മളെ കൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഓൾറെഡി അച്ഛനും ബാക്കിയുള്ളവരൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം തുടങ്ങി അതിലൊരു ഏകദേശം ഒരു 10-12 പേർക്ക് നമുക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അതൊരു വലിയ എമൗണ്ട് ചെറിയ എമൗണ്ട് ആകട്ടെ, നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു ജോലി സാധ്യത ഏറ്റവും കുറവുള്ള സമയത്ത് നമ്മളൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പെങ്കിലും തുടങ്ങി ഒരു 10-12 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതും ഒരു വാലിഡായിട്ടും ഉള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതൊന്ന് ക്യാമറയിൽ നോക്കിയിട്ടല്ലേ എല്ലാം ഇങ്ങളെ നോക്കി. എന്തൊക്കെയോ പറയാ എന്താ പറയുന്നത്.